السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى. الصلاة والسلام على سيد المرسلين سيد الأولين والآخرين نبينا وحبيبنا محمد الأمين وعلى آله وصحبه أجمعين. أما بعد. മുജാഹിദ് ചിന്താധാര ഗ്രൂപ്പിലെ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ആമീൻ. നമ്മുടെ ഗ്രൂപ്പിലെ ഷെറിൻ എന്ന് പറയുന്ന സുഹൃത്ത് ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുത്തിവെച്ച് ഗർഭം ധരിക്കൽ നടന്നു വരുന്നു, ഇതിൻ്റെ വിധി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം, ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളുണ്ടാകുക എന്നുള്ളത് അവരുടെ സ്വപ്നമായിരിക്കും, അവരുടെ വളരെയധികം പ്രധാനപ്പെട്ട ആഗ്രഹമായിരിക്കും. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് ആൺകുട്ടികളെ നൽകുന്നു, ചിലർക്ക് പെൺകുട്ടികളെ നൽകുന്നു, ചിലർക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി നൽകുന്നു, ചിലരെ അള്ളാഹു തആല വന്ധ്യരാക്കുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യഹബു ലിമൻ യശാഉ ഇനാഥ വയഹബു ലിമൻ യശാഉ ദുകൂർ ഔ യുസവ്വിജുഹും. വിശുദ്ധ ഖുർആൻ പറയാണ്, ഔ യുസവ്വിജുഹും ദുഖുറാനം വ ഇനാഥ വയജഅലു മൻ യശാഉ അഖീമ ഇന്നഹു അലീമുൻ ഖദീർ. അപ്പോൾ ചില ആളുകൾ അല്ലാഹു തആല അവനുദ്ദേശിക്കുന്നവരെ വന്ധ്യരാക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുഞ്ഞുങ്ങൾ ഉണ്ടാകണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പ്രവാചകന്മാർ പോലും പ്രാർത്ഥിച്ചതായി വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്, സക്കരിയ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. സൂറത്ത് മറിയമിൻ്റെ ആരംഭത്തിൽ ആ കാര്യങ്ങൾ നമുക്ക് കാണാം. മറ്റൊരു അധ്യായത്തിൽ മഹാനായ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർറിയ്യതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ എന്നുള്ളതാണ്. എൻ്റെ രക്ഷിതാവേ, നിൻ്റെ അടുക്കൽ നിന്ന് വിശിഷ്ടമായിട്ടുള്ള സന്തതികളെ എനിക്ക് നീ പ്രദാനം ചെയ്യണമേ എന്നുള്ളതാ. ഇന്നക സമീഉദ് ദുആ, പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണല്ലോ നീ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഏറെ ശ്രദ്ധേയമാണ്. പ്രിയമുള്ളവരെ, ദമ്പതികൾ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ചിലർക്ക് വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. ഈ സന്ദർഭത്തിൽ അവരെന്ത് ചെയ്യണം? അവർ ഇന്ന് ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സകളുണ്ട്, ആ ചികിത്സകൾ സ്വീകരിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അതോടൊപ്പം. പക്ഷേ ഇവിടുത്തെ ചോദ്യം എന്താണ് പ്രിയമുള്ളവരെ? കുത്തിവെപ്പുകൾ നടത്തിക്കൊണ്ടുള്ള ഗർഭധാരണത്തെ സംബന്ധിച്ചാണ്. ഈ വിഷയങ്ങൾ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പഠനവിധേയമാക്കിയിട്ടുണ്ട്. പഠനവിധേയമാക്കി എന്ന് മാത്രമല്ല, റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിയെ പോലെയുള്ള ലോക മുസ്ലിം സംഘടനകൾ, അതുപോലെ തന്നെ മക്കയിലുള്ള ഫിഖ് അക്കാഡമിക്, ഇവരൊക്കെ തന്നെയും പണ്ഡിത സഭ കൂടി ഈ കാര്യങ്ങൾ പരിശോധിച്ച് ഇതിൻ്റെ നാനാവശങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് അവരെത്തിച്ചേർന്നത് വബയ്യനു ഫീ ഖറാറിഹിം അൽ അൻവാഉൽ മംനൂഅ വൽ അൻവാഉൽ ജായിസ. ഈ പണ്ഡിത സഭകൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് എന്താ? അവർ വബയ്യനു ഫീ ഖറാറിഹിം, അവർ അവസാനം എത്തിച്ചേർന്ന കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. അൽ അൻവാഉൽ മംനൂഅ, ഇതിൽ നിരോധിക്കപ്പെട്ട, അതായത് മംനൂ ആയിട്ടുള്ള, പാടില്ലാത്തതായിട്ടുള്ള ഇനങ്ങളുണ്ട്. ഈ കുത്തിവെച്ച് ഗർഭം ധരിക്കുക എന്ന് പറയുന്ന ഇത്തരം സംഭവങ്ങളുണ്ടല്ലോ, അതിൽ പാടില്ലാത്തതായ ഇനങ്ങളുണ്ട്. വൽ അൻവാഉൽ ജായിസ, അനുവദനീയമായിട്ടുള്ള ഇനങ്ങളുമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് ചുരുക്കിക്കൊണ്ട് ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, അഹദുഹുമ അജാസഹുൽ മജ്മ വസാനി മനഅഹു. ഒന്ന്, ഈ സഭ, ഫിഖ്ഹി അക്കാഡമിക് സഭ, ആ പണ്ഡിത സഭ, അവരുടെ സമ്മേളനം, അത് ഒരു വകുപ്പ് അനുവദിച്ചിട്ടുണ്ട്, മറ്റൊന്ന് അവർ വിരോധിച്ചിട്ടുണ്ട്. വസാനി മനഅഹു ബി ഇജ്മാഇൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ഏകോപനമുള്ള ഇജ്മാ ഉള്ള ഒന്നാണ് രണ്ടാമത്തേത് വിരോധിച്ച ഇനം. അമ്മല്ലദി അജാസഹുൽ മജ്മ,
ഇതിൽ ഒന്ന് അനുവദിക്കപ്പെട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഫഹിയ അൻ തകൂനൽ മർഅതു ലാ തുൻജിബ് ബിസബബി മറദിൻ ഫിൽ മിബിയൽ ഔ ഫിൽ ഖനവാതില്ലതി തൂസിലുൽ മനിയു ഇലർ റഹിം. ശ്രദ്ധിക്കുക, ഇതിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത്, അനുവദിച്ച സംഗതി എന്ന് പറയുന്നത്, അതായത് കുത്തിവെച്ച് ഗർഭം ധരിക്കുക എന്ന് പറയുന്ന ഒന്ന് അനുവദിച്ചത് എന്ന് പറയുന്നത് എങ്ങനെയാ? ഫഹി അൻ തകൂനൽ മർഅതു ലാ തുൻജിബ്, ഒരു സ്ത്രീ പ്രസവിക്കുന്നില്ല, ബിസബബി മറളിൻ ഫിൽ മിബിയൽ, അവരുടെ അണ്ഡാശയത്തിലുള്ള അസുഖം നിമിത്തം, ഔ ഫിൽ ഖനവാതില്ലതി തൂസിലുൽ മനിയു ഇലർ റഹിം, ഈ ബീജം ഗർഭപാത്രത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ടുള്ള റൂട്ടുകൾ, ആ വഴി അതിൽ തടസ്സങ്ങളുള്ളതായ അല്ലെങ്കിൽ അതിൽ അസുഖമുള്ളതായിട്ടുള്ള സ്ത്രീകൾ അത്തരം കാരണങ്ങൾ കൊണ്ടാണ് പ്രസവിക്കാതിരിക്കുന്നത്. അവിറജുൽ കദാലിക്, അല്ലെങ്കിൽ പുരുഷന്മാർ, അല്ലെങ്കിൽ പുരുഷന് ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ട്. ലൈസ ബി അഖീമൈൻ, അവർ രണ്ടുപേരും വന്ധ്യരല്ല, വന്ധ്യത എന്നുള്ള പ്രശ്നം അവർക്കില്ല. പക്ഷേ അവരുടെ അണ്ഡാശയത്തിൽ ഈ മനിയ് ഇലർ റഹിം അഥവാ ഗർഭാശയത്തിലേക്ക് എത്തുന്ന ആ മാർഗങ്ങളിൽ ഉള്ള അസുഖം നിമിത്തമാണ് ഗർഭധാരണം ഉണ്ടാകാതെ പോയിട്ടുള്ളത്. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ വലാകിൻ ഹുനാക അസ്ബാബുൻ അറഫഹൽ അതിബ്ബാഉ, ശ്രദ്ധിക്കുക, ഡോക്ടർമാർ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ ചില കാരണങ്ങളുണ്ട് എന്ന്. ഗർഭധാരണം ഇല്ലാത്തതിനുള്ള കാരണങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫിർറജുൽ അബിൽ മർഅ, പുരുഷനിലോ അല്ലെങ്കിൽ സ്ത്രീയിലോ ചില കാരണങ്ങളുണ്ട്, അതുകൊണ്ടാണ് അവർക്ക് ഗർഭധാരണമില്ലാത്തത് അല്ലെങ്കിൽ ഉൽപാദനശേഷി ഇല്ലാത്തത്. മറിച്ച് അവർ വന്ധ്യരല്ല എന്ന് ഡോക്ടർമാർ നിരീക്ഷിച്ചിട്ടുണ്ട്. വറഅ അത്വബീബുൽ മുഖ്തസ് അന്നഹു ഫിൽ ഇംകാനി അഖ്ദുൽ മനിയ്, ഇവിടെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ അദ്ദേഹം പറയുന്നു അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് എന്ത്, അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം, അന്നഹു ഫിൽ ഇംകാനി അഖ്ദുൽ മനിയ് മിനർ റജുൽ മിൻ സൗജിഹ, ഇവിടെ ഭർത്താവായ പുരുഷനിൽ നിന്ന് ഈ മനിയ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? സുമ്മ ഹഖനഹു ഫിഹ, അവളിൽ നിക്ഷേപിക്കുന്നു, അവളിൽ കുത്തിവെപ്പ് നടത്തുന്നു. ഫി റഹിമിഹ, അവളുടെ ഗർഭപാത്രത്തിൽ. അപ്പോൾ ഇത് ഭർത്താവായ പുരുഷനിൽ നിന്ന് ഈ ബീജം എടുത്തിട്ട് അവളുടെ ഗർഭപാത്രത്തിലേക്ക് കുത്തിവെപ്പ് നടത്തുന്നു. വ അന്ന ഹാദാ ഖദ് യുൽകിഹുഹാ ബിഇദ്നില്ലാ, തീർച്ചയായും ഇത് അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടെ, അള്ളാഹുവിൻ്റെ അനുവാദത്തോടുകൂടെ, അള്ളാഹുവിൻ്റെ ഉത്തരവോടുകൂടെ ഇത് കാരണം ഖദ് യുൽഖിഹുഹ, അവൾ ഗർഭിണിയായേക്കാം. വയംഫഉ ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടെ, അള്ളാഹുവിൻ്റെ അനുവാദത്തോടുകൂടെ ഇത് പ്രയോജനകരമായേക്കാം. മിനസ്സൗജി നഫ്സ, അവളുടെ ഭർത്താവിൽ നിന്ന്, അന്യപുരുഷനിൽ നിന്നല്ല. ബിസിഫത്തിന് ഖാസ, ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ള രൂപത്തിൽ. ലാ യഹ്ളുറുഹ ഇല്ല ത്വബീബുൽ മുഖ്തസ്, അവിടെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ അല്ലാതെ ഹാജരായിക്കൂടാ. അവിത്വബീബ, അല്ലെങ്കിൽ ലേഡി ഡോക്ടർ, ഇവർ മാത്രമേ അവിടെ സന്നിഹിതരാകാൻ വേണ്ടി പാടുള്ളൂ. അവരായിരിക്കണം ഇത് ഈ ഭർത്താവിൽ നിന്നെടുത്ത് ആ സ്ത്രീയിൽ നിക്ഷേപിക്കുക എന്നുള്ളത്. എന്നിട്ട് പറയുന്നു ഹാദാ ഹുവൽ ജായിസ്, ഈ ഒരു ഇനമാണ് അനുവദനീയമായിട്ടുള്ളത്. എന്നിട്ട് പറയുന്നു വൽ അഹ്വതു തർക്കുഹു, എന്നാൽ സൂക്ഷ്മത എന്നുള്ളത് ഈ കാര്യവും ഉപേക്ഷിക്കലാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തത്, തടയപ്പെട്ട, വിരോധിക്കപ്പെട്ട, ഈ അക്കാഡമിക് കൗൺസിൽ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള രൂപേത അമ്മ അൻയൂഖദൽ മനിയു മിൻ ഗൈരി സൗജി ലിയുഹ്കിന ഫി സൗജതി, അതായത് പ്രിയമുള്ളവരെ, അമ്മ അൻയൂഖദൽ മനിയു മിൻ ഗൈരി സൗജ്, ഭർത്താവിൽ നിന്നല്ലാത്ത അന്യപുരുഷനിൽ നിന്ന് ബീജമെടുക്കുകയും എന്നിട്ട് ഈ സ്ത്രീയുടെ
പിന്നെ ഗർഭാശയത്തിലേക്ക് ഇത് കുത്തിവെപ്പ് നടത്തുകയും ചെയ്യുന്ന രൂപം. ലിയുഹ്കിന ഫി സൗജത്തി റഹിം, ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് ഇത് നിക്ഷേപിക്കുക അല്ലെങ്കിൽ കുത്തിവെപ്പ് നടത്തുക അന്യ ആളുകളിൽ നിന്നെടുത്തിട്ട്. ഫഹാദ മുഹറമുൻ ബി ഇജ്മാഇൽ മുസ്ലിമീൻ, ഇത് ഹറാമാണ് എന്നുള്ളതിൽ മുസ്ലിങ്ങളുടെ ഏകോപനമുണ്ട്. ഹാദാ മിൻ ജിൻസി സിന, ഇത് വ്യഭിചാരത്തിൻ്റെ ഇനത്തിൽപ്പെട്ടതാകുന്നു. മനസ്സിലായല്ലോ. എന്നിട്ട് തുടർന്ന് പറയുന്നുണ്ട് ഹാദാ മുൻകറുൻ വഹാദാ ലാ യജൂസ്, ഇത് വെറുക്കപ്പെട്ടതാണ്, ഇത് അനുവദനീയമല്ല എന്നുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, കൗനുഹാ തൗഖുദു മാഅൻ മിൻ ഗൈരി സൗജിഹാ തുഹ്കിനഹു ഫീഹാ ലഅല്ലഹാ തഹ്മിലു ബിമാഇ ഹാദാ റജുലിൽ അജ്നബി ഹാദാ മുൻകറുൻ വഹാദാ ലാ യജൂസ്. അതായത് ഈ ബീജം എടുത്ത് അന്യപുരുഷനിൽ നിന്ന് എടുത്തിട്ട് ഇവളിൽ കുത്തിവെപ്പ് നടത്തുന്നു. അങ്ങനെ അവൾ അന്യപുരുഷൻ്റെ ഗർഭം ധരിക്കുന്നു. ഹാദാ മുൻകറുൻ വഹാദാ ലാ യജൂസ്, ഇത് മുൻകറാണ്, വെറുക്കപ്പെട്ടതാണ്, ഇത് അനുവദനീയമല്ല. ഈ രണ്ട് രൂപമാണ് പറയുന്നത്. ഇത് ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹ് ബിൻ ബാസ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഫതാവ നൂറുൻ അല ദർബിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇതാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാനും നന്മ സ്വീകരിക്കുവാനും നന്മക്കായി നിലകൊള്ളുവാനും നമ്മെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.